നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇലോൺ മസ്കിൻ്റെ വാഹന കമ്പനിയായ ടെസ്ലയുടെ ഷോറൂമുകൾക്കും വാഹനങ്ങൾക്കും നേരെ നിരന്തരമായി ആക്രമണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ അവിടെയുള്ള ടെസ്ലയുടെ ഷോറൂമിന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ പ്രതിഷേധക്കാർ തല്ലി തകർത്തിരുന്നു. വാഹനങ്ങളുടെ മിററുകളും കണ്ണാടി ചില്ലുകളും ഒക്കെ തന്നെ തല്ലി തകർത്തു. ഏതാണ്ട് 20ഓളം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതേക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് തങ്ങൾക്ക് പരാതി ലഭിച്ചത് എന്നാണ് ബെൽഫാസ്റ്റിലെ പോലീസ് അധികൃതർ അറിയിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവരും സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളായിട്ടുള്ളവരും ഒക്കെ തന്നെ അടിയന്തരമായി പോലീസിനെ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കണം എന്നാണ് ഇപ്പോൾ ബെൽഫാസ്റ്റ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഫ്രാൻസിൽ ടെസ്ലയുടെ ഒരു ഷോറൂമിന് നേർക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. ഷോറൂം ശരിക്കും ഒരു സംഘം ആളുകളെത്തി തീ വയ്ക്കുകയായിരുന്നു. ഏതാണ്ട് 12ഓളം ടെസ്ലയുടെ കാറുകളാണ് അന്ന് അവിടെ കത്തി നശിച്ചത്. ഇലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി മാറിയതിന് ശേഷമുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെങ്ങും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമായി മാറുന്നത് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇലോൺ മസ്ക് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള സമിതിയുടെ തലവൻ കൂടിയാണ്. ഇലോൺ മസ്ക് പറയുന്നതനുസരിച്ചാണ് ട്രംപ് പലതരത്തിലുള്ള അബദ്ധങ്ങളും കാട്ടിക്കൂട്ടുന്നത് എന്ന പരാതികൾ വ്യാപകമായിട്ടുണ്ട്. കൂടാതെ യുക്രൈന് നേർക്കുണ്ടായ അമേരിക്കയുടെ നിലപാടിൻ്റെ പിന്നിലെല്ലാം തന്നെ പ്രവർത്തിച്ചത് മസ്കാണ് എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആരോപിക്കുന്നത്. അതിൻ്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും യുക്രൈനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിലും മസ്കിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള ടെസ്ല ഷോറൂമുകൾക്കും അതുപോലെ അവർ ചാർജിങ് സ്റ്റേഷനുകൾക്ക് നേരെയൊക്കെ തന്നെ ആക്രമണം ഇപ്പോൾ ഇവിടെ പതിവായിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഒറിഗോണിലെ സേലത്തുള്ള ഒരു ടെസ്ല ഷോറൂമിന് നേരെ സ്റ്റെൽത്ത് റൈഫിൾ ഉപയോഗിച്ച് ഒരാൾ വെടിയുതിർത്തിരുന്നു. സിയാറ്റിലിൽ രാത്രി 4 ടെസ്ല സൈബർ ട്രക്കുകൾ കത്തിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ടെസ്ലയുടെ വാഹനങ്ങൾക്കും ഷോറൂമുകൾക്കും നേരെ നടക്കുന്ന ആക്രമണത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചു. അദ്ദേഹം പറയുന്നത് ഇതിനെ ആഭ്യന്തര തീവ്രവാദം എന്നാണ്. ഒരു വലിയ അമേരിക്കൻ കമ്പനി ഇത്രയും വളർന്ന് വന്ന സാഹചര്യത്തിൽ അതിന് നേർക്ക് ആക്രമണം നടത്തുന്നത് ശരിയായ നടപടി അല്ല എന്നും ടെസ്ലയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നവർക്ക് മതിയായ ശിക്ഷ ഉറപ്പുവരുത്തും എന്നുമാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ തന്നെ ടെസ്ലയുടെ 4-5 വാഹനങ്ങൾ അവിടെ പ്രദർശനത്തിനായി എത്തിയിരുന്നു. ഇലോൺ മസ്കും ട്രംപും ഒരുമിച്ച് വാഹനങ്ങൾ പരിശോധിച്ചു. തുടർന്ന് താൻ വാങ്ങിയ ടെസ്ലയുടെ പുതിയ കാറിനുള്ളിലേക്ക് ട്രംപ് പ്രവേശിക്കുകയും ഇലോൺ മസ്ക് അടുത്തിരുന്ന ആ വാഹനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇലോൺ മസ്കിനെ സംരക്ഷിക്കാനിറങ്ങി ട്രംപ് വെട്ടിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആഗോള വ്യാപകമായി തന്നെ കാണുന്നത്. കാരണം ഇത് ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ മസ്കിനെതിരായ പ്രതിഷേധമായി മാറുകയാണ്. ഇലോൺ മസ്കിന് ഇത് കാരണം ഇപ്പോൾ ടെസ്ലയുടെ നഷ്ടം കൊണ്ട് മാത്രം ഒരു ദിവസം $29 ബില്യൺ നഷ്ടമാകുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇത്രയും പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ പോലും ട്രംപ് മസ്കിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മസ്കിനെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ട്രംപിൻ്റെ ഈയിടെ നടത്തിയ പ്രസ്താവനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്.